ടോപ്പിക് എന്ന് പറയുന്നത് അഫിക്സസ് ആണ്. അഫിക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഫീമുകളെയാണ് നമ്മൾ അഫിക്സസ് എന്ന് പറയുന്നത്. മോർഫീം എന്ന് വെച്ചാൽ എന്താണ്? സ്മോളസ്റ്റ് യൂണിറ്റ്സ് ഓഫ് മീനിങ്ങിനെയാണ് നമ്മൾ മോർഫീംസ് എന്ന് വിളിക്കുന്നത്. അപ്പം മോർഫീംസിൻ്റെ ഒരു ഭാഗമാണ് അഫിക്സസ് എന്ന് പറയുന്നത്. അപ്പം അഫിക്സസ് എന്ന് പറയുന്നത് നമ്മളൊരു വേർഡിൻ്റെ ബേസ് ഫോമിൽ അല്ലെങ്കിൽ റൂട്ട് ഫോമിൽ ആഡ് ചെയ്യുന്നതാണ് അഫിക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ വേർഡിനെ ചിലപ്പോൾ നമ്മളൊരു പുതിയ വേർഡ് ഫോം ചെയ്തേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷനും ചേഞ്ച് ആവാം. ഒരിക്കലും അഫിക്സസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. അത് ഇൻഡിപെൻഡൻറ്റ് വേർഡ്സ് ആയിട്ട് ഒരിക്കലും നിൽക്കാൻ സാധിക്കുകയില്ല. അഫിക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ഒരു മോർഫീമിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. അങ്ങനെ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ടൈപ്സ് ഓഫ് അഫിക്സസ് നോക്കാം. 3 ടൈപ്പ് അഫിക്സ് ആണുള്ളത്: പ്രിഫിക്സ്, സഫിക്സ്, ഇൻഫിക്സ്. പ്രിഫിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വേർഡിൻ്റെ റൂട്ടിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതായത് പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് വേർഡിൽ നമ്മൾ ആഡ് ചെയ്യുന്ന അഫിക്സിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. മീനിങ് ഓഫ് ദ വേർഡ് മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ, അതിൻ്റെ ഗ്രാമറിൽ ചേഞ്ച് വരത്തില്ല. ഫോർ എക്സാമ്പിൾ, അൺഹാപ്പി, ഇതിനകത്ത് പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്നുള്ള UN എന്നുള്ളതാണ് ഇവിടുത്തെ പ്രിഫിക്സ്. റീറൈറ്റ്, അതിനകത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രിഫിക്സ്. ഡിസ്എഗ്രി, അതിനകത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രിഫിക്സ്. ഓക്കെ. റൂട്ട് വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? അൺഹാപ്പിയിലെ ഹാപ്പി എന്നുള്ളതാണ് ബേസ് അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്, മെയിൻ വേർഡ്. ആ റൂട്ട് വേർഡിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അഫിക്സിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പ്രീ സ്കൂള്, ഇതിനകത്ത് സ്കൂൾ എന്നുള്ളതാണ് റൂട്ട് വേർഡ്. അതിനൊപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന അഫിക്സ് ആണ് പ്രീ എന്ന് പറയുന്നത്. സോ അതിനെ എന്തെന്ന് പറയുന്നു? പ്രിഫിക്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഇസ് സഫിക്സ്. സഫിക്സ് എന്ന് വെച്ചാൽ ഒരു റൂട്ട് വേർഡിൻ്റെ എൻഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന എഫിക്സിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. അതിന് ചിലപ്പോൾ ഗ്രാമർ ചേഞ്ച് ആവും, അതായത് നൗണും അഡ്ജക്റ്റീവും വേർബും ഒക്കെ മാറും. അതുപോലെ തന്നെ ടെൻസിലും ഡിഗ്രിയിലും പ്ലൂറലിനും ഒക്കെ വ്യത്യാസം വരും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ടീച്ചർ എന്നുള്ളതാണ് റൂട്ട് വേർഡ്. അതിൻ്റെ അവസാനമാണ് നമ്മൾ സഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് ER. അപ്പം ടീച്ചർ കണ്ടോ, ടീച്ചർ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെർബാണ്, ടീച്ചർ എന്നായി മാറി, അത് നൗൺ ആയിട്ട് മാറി. നെക്സ്റ്റ് വൺ ഇസ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടി എന്നുള്ളതിൻ്റെ കൂടെയാണ് നമ്മൾ റൂട്ട് വേർഡിൻ്റെ കൂടെ അവസാനമാണ് നമ്മൾ ഫുൾ എന്നുള്ള വാക്ക് ചേർത്ത് കൊടുക്കുന്നത്, അല്ലേ? അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ബ്യൂട്ടി എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? നൗൺ. അതിനെ നമ്മൾ ബ്യൂട്ടിഫുൾ എന്നാക്കുമ്പോൾ അത് അഡ്ജക്റ്റീവായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ഇതിനകത്ത് എന്താണ്? ക്ലാസ്സിനകത്ത് വേർഡ് ക്ലാസ്സിൽ മാറ്റം വരുന്നു. ക്യാറ്റ്, അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ക്യാറ്റ്സ് എന്നാവുന്നു. ക്യാറ്റ് എന്നുള്ളത് സിംഗുലർ ആണ്, പക്ഷേ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എന്തായി മാറി? അത് പ്ലൂറലായിട്ട് മാറി. കണ്ടോ? അപ്പോൾ അവിടെ നമ്പറിലും വ്യത്യാസം വന്നു. അപ്പോൾ ഒരു റൂട്ട് വേർഡിൻ്റെ അവസാനം നമ്മൾ ചേർക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സഫിക്സ് എന്ന് പറയുന്നത്. ഗ്രാമറിലും വേർഡ് ക്ലാസ്സിലും ടെൻസിലും ഡിഗ്രിയിലും പ്ലൂറാലിറ്റിയിലും എല്ലാം മാറ്റം വരും നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഫിക്സസ് ആണ്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ റെയർ ആണ്. ഇൻഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് വിത്തിൻ എ വേർഡ്. ഒരു വേർഡിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻഫിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇൻഫിക്സസ് നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. നമ്മൾ ഇൻഫോർമൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുമ്പോൾ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, പിന്നെന്താ പറയുക, ഫാൻ ബ്ലഡി ടാസ്റ്റിക്. നമ്മൾ ഈ ഫാന്റാസ്റ്റിക് എന്നുള്ള വാക്കാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. വളരെ എക്സ്ട്രീമായിട്ട് നമ്മളിങ്ങനെ ഇൻഫോർമലായിട്ട് നമ്മൾ കുറേ എക്സ്പ്രഷൻസ് പറയുമല്ലോ, വളരെ സൂപ്പറായിരുന്നു, അടിപൊളി എന്ന് നമ്മൾ പറയത്തില്ല, അല്ലെങ്കിൽ പൊളിച്ചു എന്ന് പറയുന്നതിന് പകരം ഫാൻ ബ്ലഡി ടാസ്റ്റിക് എന്ന് പറയുന്നത്. ആ ഫാന്റാസ്റ്റിക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്ലഡി എന്നുള്ള വാക്ക് ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെയൊന്നും നമുക്ക് ഒഫീഷ്യലായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേർഡ്സ് ഒന്നും ഇല്ല, പക്ഷേ നമ്മൾ ഇൻഫോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻഫിക്സസ് എന്ന് പറയുന്നത് കേട്ടോ. കപ്പ് കേക്കാണ്, പക്ഷേ കപ്പ് ഓ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ് ഓ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നല്ല ടേസ്റ്റി ആണെന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് എക്സാജറേറ്റ് പറയുന്നതാണ് കപ്പ് ഓ കേക്ക്. അപ്പോൾ അത് ഇൻഫോർമൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് കേട്ടോ. ഏഷ്യൻ ലാംഗ്വേജസിലാണ് ഈ ഇൻഫിക്സസ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യത്തില്ല. ഇൻഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡിനകത്ത് മറ്റൊരു വേർഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അത് ഇൻഫോർമൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിലേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നെക്സ്റ്റ് അതർ റിലേറ്റഡ് ടേംസ് ആണ്. അപ്പോൾ 3 എണ്ണമാണുള്ളത്: പ്രിഫിക്സും, സഫിക്സും, ഇൻഫിക്സും. ഇനി ഇതിനകത്ത് വരുന്ന അഫിക്സിനകത്ത് വരുന്ന അതർ റിലേറ്റഡ് ടേംസും ആണ് സർക്കംഫിക്സ് എന്ന് പറയും. സർക്കംഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ എ റൂട്ട് വേർഡ് നമ്മൾ അഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. അത് ഇംഗ്ലീഷിൽ റെയറായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്റർഫിക്സ്, ഈ ജർമ്മേനിക് ലാംഗ്വേജസിലാണ് നമ്മൾ സർക്കംഫിക്സ് എന്നുള്ള ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇന്റർഫിക്സ് എന്നുള്ളതുണ്ട്. ഇന്റർഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോർഫീമുകളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന എലമെന്റിനെയാണ് ഇന്റർഫിക്സ് എന്ന് പറയുന്നത്. സ്പീഡോ മീറ്റർ, അതിനകത്ത് O എന്നുള്ളത്. പിന്നെ സ്റ്റേറ്റ്സ്മാൻ, ഡോഗ് സ്ലെഡ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇന്റർഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അഫിക്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ വേർഡ് ഫോർമേഷൻ ആണ് അഫിക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പുതിയ വേർഡ്സിനെ നമുക്ക് പുതിയ മീനിങ്ങോ അല്ലെങ്കിൽ പുതിയ വേർഡ് ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു.
പിന്നെ ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് അല്ലേ. അഫിക്സസിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമർ കാറ്റഗറീസ് നമുക്ക് കാണാൻ സാധിക്കും. വാക്ക് പ്ലസ് ഇ ഡി വാക്ഡ്, അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബുക്ക് പ്ലസ് എസ് ബുക്സ്, അപ്പോൾ അത് പ്ലൂറൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഗ്രാമാറ്റിക്കൽ ചേഞ്ചസും ഒക്കെ ഇതിനകത്ത് വരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അഫിക്സിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ വേർഡ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ്, ഗ്രാമർ മനസ്സിലാക്കാൻ സാധിക്കും, പ്ലൂറാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അഫിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൊക്കാബുലറി എൻട്രി ചെയ്യുന്നു. അൺനോൺ വേർഡ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിഫിക്സ് ആണോ അഫിക്സ് ആണോ ഇതൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ ഗ്രാമാറ്റിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേർഡ് ഫോർമേഷൻ സ്കിൽസും ഇത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അഫിക്സസിനെ നമുക്ക് ഡെറിവേഷണൽ അഫിക്സസ് എന്നും ഇൻഫ്ലെക്ഷണൽ അഫിക്സസുമായിട്ടും ഡിവൈഡ് ചെയ്യാം. ഡെറിവേഷണൽ അഫിക്സ് എന്ന് വെച്ചാൽ പുതിയ വേർഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻഫ്ലെക്ഷണൽ അഫിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രാമർ മാത്രമാണ് മാറുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ റൈറ്റ് എന്നുള്ള വാക്ക്, റൈറ്റർ ER ചേർത്ത് കൊടുക്കുമ്പോൾ അതൊരു പുതിയ വാക്കായി മാറുവാണ് അല്ലേ. റൈറ്റ് എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ റൈറ്റ്സ് എന്നായി മാറുന്നു. അപ്പോൾ അതിൻ്റെ അവിടുത്തെ ഗ്രാമർ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡെറിവേഷണൽ അഫിക്സിനകത്ത് മീനിങ്ങിനകത്ത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഇൻഫ്ലെക്ഷണൽ അഫിക്സിനകത്ത് ഗ്രാമർ മാത്രമല്ലേ മാറുന്നുള്ളൂ. സോ അവിടെ വലുതായിട്ട് മീനിങ്ങിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇംഗ്ലീഷിന് 8 ഇൻഫ്ലെക്ഷണൽ സഫിക്സസ് ആണ് ഉള്ളത്. ഇൻഫ്ലെക്ഷൻ എന്ന് വെച്ചാൽ അപ്പോഴേ ആലോചിച്ചോണം നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന ES, S, ED, EN, ING, ER, EST. ഓക്കെ, ഇത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത് 8 ഇൻഫ്ലെക്ഷണൽ സഫിക്സസ് എന്ന് പറയുന്നത്.